ദ ജേർണലിസ്റ്റിലേക്ക് കേരളത്തിൽ 3 അക്കൗണ്ടുകൾ തുറന്ന് ബി.ജെ.പി. ഞെട്ടിച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ അവകാശവാദം പോലെ 10ഉം 13ഉം 11ഉം ഒന്നും കിട്ടിയില്ലെങ്കിലും 3 സീറ്റുകൾ പിടിച്ചെടുത്ത് ബി.ജെ.പി. ക്യാമ്പുകൾ ആഹ്ലാദം തുടങ്ങിയിരിക്കുകയാണ്. നേമവും ചാത്തന്നൂരും കഴക്കൂട്ടവും കിട്ടിയതുകൊണ്ട് തന്നെ ഒരു വലിയ നാണക്കേടിൽ നിന്ന് ബി.ജെ.പി. തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയാമെങ്കിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഈ നേരിയ വിജയം കൊണ്ട് ബി.ജെ.പിക്കുള്ളിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് വാസ്തവം. കാരണം ശോഭാ സുരേന്ദ്രനും പത്മജ വേണുഗോപാലും കെ സുരേന്ദ്രനും അടക്കമുള്ള നിരവധി പ്രസ്റ്റീജ് സ്ഥാനാർത്ഥികൾ അതിദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവ വോട്ട് ബാങ്ക് ഒപ്പം കൂട്ടുമെന്ന് കരുതിയ പി.സി. ജോർജും ഷോൺ ജോർജും ഒക്കെ തകർന്ന് നിലംപരിശായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട തോൽവികളാണത്. അതുകൊണ്ട് തന്നെ ഈ തോൽവികളുടെ കാരണം എന്താണ്? പാർട്ടിക്കുള്ളിൽ പല വിധത്തിലുള്ള ഗ്രൂപ്പിസവുമുണ്ട്, അതിൻ്റെ തുടർച്ചയാണിത് തുടങ്ങിയ തരത്തിലേക്കൊക്കെ ബി.ജെ.പിക്കാർക്കിടയിൽ ചർച്ചകൾ അതിഗംഭീരമായി നടക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും നാണം കെട്ട ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ എന്ന പാലക്കാട്ടെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് മാറിയിരിക്കുകയുമാണ്. നോക്കുക, വല്ലവനും ഉണ്ടാക്കിയ കഷ്ടപ്പാടിൻ്റെ വിജയം അവരാഹ്ലാദിക്കുമ്പോൾ ഇപ്പുറത്തു നിന്ന് ഞാനും അതിലുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ആശ്വസിക്കുന്ന പ്രശാന്ത് ശിവന് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. കേരളത്തിൽ താമര വിരിഞ്ഞു എന്ന് പറഞ്ഞ് പ്രശാന്ത് ശിവൻ ഒരു പോസ്റ്റ് ഇടുന്നു. നേമത്ത് 2ാമത്തെ താമര വിരിഞ്ഞു എന്ന് പറഞ്ഞ് പ്രശാന്ത് ശിവൻ 2ാമതും പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം വീണ്ടും ബി.ജെ.പിയുടെ വലിയ പോരാട്ട വീര്യം വിജയം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുകയാണ് ആശാൻ. പക്ഷെ അതിനിടയിൽ ബി.ജെ.പി. പ്രവർത്തകർ തന്നെ വന്നിട്ട്, അല്ലെങ്കിൽ ബി.ജെ.പി. അനുഭാവികൾ തന്നെ വന്നിട്ട് ചോദിക്കുകയാണ്, അല്ല പ്രശാന്തേ, ഇത്രയധികം ജയസാധ്യത ഉണ്ടായിരുന്ന പാലക്കാട് നിങ്ങൾ എന്താണ് ചെയ്തത്? പാലക്കാട് കൊണ്ട് കൊടുത്തു, 100% വിജയസാധ്യത ഉള്ള ഇടമായിരുന്നു, അന്വേഷിക്കുക, ഒരിക്കലും അവിടെ തോൽക്കാൻ സാധ്യതയില്ല എന്ന് പ്രശാന്ത് ശിവനോട് ബി.ജെ.പിക്കാർ തന്നെ പറഞ്ഞു തുടങ്ങുകയാണ് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ. അതായത് ബി.ജെ.പിയിലെ ഗ്രൂപ്പിസം അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള സീറ്റുകൾ എതിർ സ്ഥാനാർത്ഥിക്ക് കൊണ്ടുപോയി കൊടുത്തത് ബി.ജെ.പിയിൽ ഒരു വലിയ ചർച്ചയായി അണികൾക്കിടയിൽ അനുഭാവികൾക്കിടയിൽ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. പല നേതാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ട് അവർ തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി മറുപക്ഷത്തിന് വേണ്ടി പണിയെടുത്തു എന്ന നിലയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായിരിക്കുന്നത്. നേതാക്കളിലേക്ക് ഈ ആക്ഷേപങ്ങൾ, ഈ ആരോപണങ്ങൾ നേതാക്കളും ഉയർത്തുന്ന കാലം വിദൂരമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം പ്രശാന്ത് ശിവൻ്റെ ആ പോസ്റ്റിനിടയിൽ ബി.ജെ.പി. അനുഭാവികളായിട്ടുള്ള പല ആളുകളും ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ നോക്കുക. നീ എന്ത് ചെയ്തെന്ന് പറയൂ, കാല് വാരിയെങ്കിൽ മോനെ പണി ഞങ്ങൾ തരുമെന്നാണ് ഒരാൾ പറയുന്നത്. മറ്റൊരാൾ പറയുന്നു പാലക്കാടിൻ്റെ അവസ്ഥ എന്തായി എന്ന് നോക്കുന്നു. പിഷാരടി പാലക്കാടിന് വേണ്ടി എന്ത് ചെയ്തിട്ടാണ് അയാളെ ജയിച്ചത് എന്ന് ചോദിക്കുന്നു. മഞ്ഞൾ തോറ്റതിൽ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ് കള്ളൻ എന്ന് പ്രശാന്ത് ശിവനെ വിശേഷിപ്പിക്കുകയാണ് ചില ആളുകൾ. പാലക്കാടിന് എന്തു പറ്റി? അവസാന നിമിഷം പാലക്കാട് കൊണ്ടുപോയി തൊലച്ചില്ലേടാ എന്ന് ചോദിക്കുന്നു. പാലക്കാടിന് എന്താണ് സംഭവിച്ചെന്ന് ആളുകൾ ചോദിക്കുന്നു. പാലക്കാട് താമര ചവിട്ടിയരച്ച് കരഞ്ഞിട്ടുണ്ട്. പാലക്കാട് എന്തു പറ്റി? എൻക്വയറി വേണം. ശോഭ ചേച്ചിയെ പിന്നിൽ നിന്ന് കുത്തിയവരെ കണ്ടുപിടിക്കണം. വിടുവായത്വവും നിയന്ത്രണവും ഇല്ലാത്ത പെരുമാറ്റവും പാലക്കാട് മണ്ഡലം കൈവിട്ട് കളഞ്ഞു. സംസ്ഥാന തലത്തിലുള്ള ഒറ്റ നേതാക്കളെ ഇനി മത്സരിപ്പിക്കരുത്, തോൽക്കാൻ വേണ്ടി കുറേ എണ്ണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ ബി.ജെ.പിയിൽ സജീവമാവുകയാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ആ തോൽവി ഉണ്ടാവുകയും അതിനുശേഷം നിരവധി ചർച്ചകളും കേരള ബി.ജെ.പിയിൽ ഉണ്ടാകും. അത് ബി.ജെ.പിയിലെ ഗ്രൂപ്പിസം അതിശക്തമാകുന്ന നിലയിലേക്ക് കാരണമാകുമെന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ തന്നെ അതിന് സമാനമായ രീതിയിലുള്ള വിമർശനങ്ങളും വിലയിരുത്തലുകളും അണികളുടെയും അനുഭാവികളുടെയും ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ബി.ജെ.പി. കേരള ഘടകത്തിൽ വലിയ തോതിലുള്ള ഉൾപ്പോരുണ്ട് എന്നും ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ പാലക്കാട് കച്ചകെട്ടി ഇറങ്ങിയെന്നും അവരാണ് അവസാന നിമിഷം രമേശ് പിഷാരിയുടെ വിജയത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ പാലക്കാട് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചതെന്നും ഒക്കെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. 3 സീറ്റുകൾ നേടി എന്നതുകൊണ്ട് ഈ വരുന്ന വിമർശനങ്ങളെയോ അല്ലെങ്കിൽ ഈ ഉയരുന്ന ചർച്ചകളെയോ ഒന്നും തള്ളിക്കളയാൻ കേരള ബി.ജെ.പി. ഘടകത്തിന് സാധിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, മഞ്ചേശ്വരം സുരേന്ദ്രൻ ഏറെ പ്രതീക്ഷിച്ചിരുന്നൊരു മണ്ഡലമായിരുന്നു. വിമതശല്യമോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല എന്ന് മാത്രമല്ല ബി.ജെ.പിക്ക് അവിടെ വലിയ തോതിൽ അടിത്തറ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമൊക്കെ സുരേന്ദ്രനുണ്ടായിരുന്നു. പക്ഷേ അതിദയനീയമായി പരാജയപ്പെട്ടു. ബി.ജെ.പിക്കുള്ളിൽ നടന്ന പോരാണോ
സുരേന്ദ്രനെ അവിടെ നിയോഗിക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ BJP സജീവമായി ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിൻ്റെ പരാജയം, അതാണ് ഏറ്റവും വലിയൊരു പരാജയമായി കാണപ്പെടുന്നത്. കാരണം BJPയുടെ മണ്ണായി തൃശ്ശൂർ മാറി സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി തൃശ്ശൂരിൽ പൂണ്ട് വിളയാടുകയാണ്. സുരേഷ് ഗോപിയിലൂടെ BJP തൃശ്ശൂരിൽ വലിയ സാന്നിധ്യമുണ്ടാക്കും, വലിയ സ്വാധീനം ഉറപ്പിക്കും എന്നൊക്കെയുള്ള വലിയ പ്രചാരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി പ്രചാരണത്തിൽ സജീവമായിരുന്നു. എന്തുകൊണ്ട് എന്നിട്ടും തൃശ്ശൂരിൽ പത്മജ ദയനീയമായി പരാജയപ്പെട്ടു? അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി താരതമ്യേന ദുർബലനായ സ്ഥാനാർത്ഥി ആയിരുന്നു എന്നുള്ളത് കൂടി പരിഗണിക്കുമ്പോൾ BJPക്ക് അവിടെ ശക്തമായി കളം പിടിക്കാനുള്ള കളം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ദയനീയമായി പരാജയപ്പെട്ടു? അതിന് പിന്നിൽ BJPയിലെ പാർട്ടി കുത്തിത്തിരിപ്പുകൾ തന്നെയായിരുന്നു. ഏറെക്കാലം സ്ഥാനാർത്ഥിത്വം മോഹിച്ച് നടന്ന നിരവധി നേതാക്കൾ പത്മജ പൊടുന്നനെ സ്ഥാനാർത്ഥിയായപ്പോൾ പാലം വലിച്ചോ? ഇങ്ങനെയുള്ള ചർച്ചകൾ, ചോദ്യങ്ങൾ സജീവമാണ്. പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞു, അവസാനമുണ്ടായ വിവാദങ്ങൾ, വോട്ടിന് നോട്ട് എന്ന് പറയുന്ന വിവാദം, അത് ശോഭാ സുരേന്ദ്രനെ കൊടുക്കാൻ വേണ്ടി BJPക്കുള്ളിൽ ചിലർ ആസൂത്രണം ചെയ്തതാണോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയ രമേഷ് പിഷാരടിയെ പരസ്യമായി തടഞ്ഞ് ചീത്ത വിളിച്ച BJP അനുകൂലികളായിട്ടുള്ള ചില ആളുകളുടെ നടപടി, അത് രമേഷ് പിഷാരടിക്ക് ഗുണമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി BJPക്കുള്ളിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത നാടകമാണോ എന്ന വിധത്തിൽ ചർച്ചകൾ നടക്കുന്നത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചയാണ് കേട്ടോ. ഇതൊരിക്കലും BJPയുടെ സംസ്ഥാന നേതൃത്വമോ അല്ലെങ്കിൽ BJPയുടെ കോർ കമ്മിറ്റിയിലോ ഒന്നും ഇതുവരെ ചർച്ചയായിട്ടില്ല. പക്ഷേ ഇനി അത് ചർച്ചയാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും പരാജയം, ക്രിസ്ത്യാനികളെ കൂടെ നിർത്തണം, ക്രിസ്ത്യാനികൾ BJPക്കൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കും, BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പദ്ധതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായി കാണേണ്ടവരായിരുന്നു PC ജോർജും ഷോൺ ജോർജും. പക്ഷേ അവരെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞു, അവരുടെ ക്യാമ്പയിനുകളും ഏറ്റെടുത്തില്ല. FCRA ഭേദഗതി അടക്കം അവസാന ഘട്ടത്തിൽ PC ജോർജിനും ഷോൺ ജോർജിനും വലിയ തിരിച്ചടിയായി. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഷോൺ ജോർജും PC ജോർജും കട്ടക്കലിപ്പിലാണ്. അവരുടെ ശരീരഭാഷയും അവരുടെ പ്രതികരണങ്ങളും ഒക്കെ കാണുമ്പോൾ BJP തങ്ങളെ ചതിച്ചു എന്ന നിലയിൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സഭാ നേതൃത്വത്തെ തള്ളി പറയുന്ന പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ BJPക്കുള്ളിൽ വലിയ ചർച്ചകളായി, പ്രശ്നങ്ങളായി മാറും. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ, തൃക്കാക്കര മണ്ഡലങ്ങളിലൊക്കെ 2020യുടെ സ്ഥാനാർത്ഥികളെ, പ്രധാനപ്പെട്ട 20ഓളം ഇടങ്ങളിൽ BJP മത്സരിച്ചാൽ കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിയുമായിരുന്നിടങ്ങളിൽ എന്തുകൊണ്ട് 2020യെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു? അവരൊക്കെ അതിദയനീയമായ പ്രചാരണമാണ് നടത്തിയത്. പലപ്പോഴും തിരുമണ്ടത്തരങ്ങൾ, പൊട്ടത്തരങ്ങൾ, വെളിപാട് ഇതൊക്കെ കാണിച്ച് വോട്ടർമാർക്കിടയിൽ അപഹാസ്യരാകുന്ന, തിരുമണ്ടത്തരം പറഞ്ഞ് ആളാകാൻ ശ്രമിക്കുന്ന പല സ്ഥാനാർത്ഥികളും 2020ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ BJPക്ക് NDAക്ക് വലിയ തിരിച്ചടിയായതായാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തലുകൾ. എന്തായാലും പാലക്കാട് കയ്യിൽ നിന്ന് പോയതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ അതുമായി നടക്കുന്നുണ്ട്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തകർന്നടിഞ്ഞതിലൂടെ അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ BJPയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. BJPയിൽ ഗ്രൂപ്പിസം ഉണ്ട്, അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികളെ നശിപ്പിക്കാൻ, തകർക്കാൻ ഉള്ളിൽ നിന്ന് തന്നെ പണികൾ നടന്നിട്ടുണ്ട് എന്ന നിലയിലേക്കുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് BJPയിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ വിലയിരുത്തുന്നത്. അതായത് അധികം വൈകാതെ BJPയിൽ ഒരു വലിയ കൂട്ടയടി, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ. കാരണം പ്രബലരായ, വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച പല സ്ഥാനാർത്ഥികൾക്കും കനത്ത തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. BJPയുടെ സംഘടനാ സംവിധാനത്തിലെ ശോഷണമടക്കം, അല്ലെങ്കിൽ അവരുടെ കരുത്തില്ലായ്മയടക്കം, അല്ലെങ്കിൽ BJP നേതൃത്വം തന്നെ അവരെ തോൽപ്പിച്ചു എന്ന നിലയിലേക്കുള്ള പല പ്രചാരണങ്ങളും വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ചർച്ചകൾ മുറുകുകയാണെങ്കിൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ്റെ പരാജയം മുൻനിർത്തി മറ്റ് സകല തോൽവികളും BJPക്കുള്ളിൽ ചൂടേറിയ ചർച്ചകൾക്കും സംഘടനകൾക്കും വഴിവെക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്.